ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ എന്താണ് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് പ്രേതത്തെ പോലെ ഇരിക്കുന്നതെന്നാണ് ആലോചിക്കുന്നത്. ഇന്ന് എൻ്റെ മെറ്റേണിറ്റി ഷൂട്ടാണ്. അപ്പോൾ ജാനീനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് മെറ്റേണിറ്റി ഷൂട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വളക്കാപ്പ് അങ്ങനെയൊക്കെ നടത്തിയത് കൊണ്ട് പിന്നെ മെറ്റേണിറ്റി ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഈ നെക്സ്റ്റ് ബേബിക്ക് ഒരു മെറ്റേണിറ്റി ഷൂട്ടായിട്ട് നടത്താമെന്നിങ്ങനെ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഇത് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്, അഖിൽ. അയ്യോ, അവൻ്റെ ഇതിൻ്റെ പേര് പറഞ്ഞു, ഹീര വെഡ്ഡിങ് ഈവൻ്റ് ആണെന്ന് തോന്നുന്നു, ഹീര എന്നാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, ബേബിയുടെ ഫാദറും ഉണ്ട്. നോക്ക്, മനഃപൂർവ്വം അങ്ങനെ സ്റ്റൈലിൽ തിരിഞ്ഞതല്ലേ. ബേബിയുടെ സിസ്റ്ററുണ്ട്, പക്ഷെ ബേബിയുടെ സിസ്റ്റർ ഭയങ്കര ഉറക്കം. ജാനി വീട്ടിൽ നിന്ന് റെഡി ആക്കിക്കൊണ്ടൊക്കെ വന്നു, പക്ഷെ അവൾ ഉറക്കമാണ്. അപ്പോൾ ഇനി അവളെയും കൂടെ എഴുന്നേൽപ്പിച്ചിട്ട് കുറച്ച് സെറ്റിങ്സും കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ട് തുടങ്ങും. വൈറ്റാണ് ഞങ്ങളുടെ തീം, ഫുൾ വൈറ്റാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗോൾഫ് ലിങ്ക് കവടിയാറ്. എൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് ഇവിടെ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ അന്നത്തെ ആ ഫോട്ടോഷൂട്ടിന് ശേഷം കുറേ പേരിങ്ങനെ എൻക്വയറി ഇങ്ങനെ ചോദിച്ച സ്ഥലമാണ് ഇത്, എവിടെ ലൊക്കേഷൻ എവിടെയാണെന്ന്. അപ്പം ട്രിവാൻഡ്രം ഗോൾഫ് ലിങ്കിലാണ്. അപ്പോൾ അന്ന് പക്ഷേ അത്രയ്ക്ക് ഇത് ഫേമസ് ആയിരുന്നു എന്ന് അറിയത്തില്ല. ഐ മീൻ അങ്ങനല്ല, ഫേമസ് ആയിരിക്കും, പക്ഷേ ഫോട്ടോഷൂട്ടൊക്കെ അങ്ങനെ അധികം നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് കുറേ പേരിങ്ങനെ ചോദിച്ചിട്ട് എൻ്റെ തന്നെ ഫ്രണ്ട് സർക്കിളിൽ കുറേ പേര് ഇവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു. ഇതാണ് ഗോൾഫ് ലിങ്ക്. ഇവിടെയാണ് കളികളൊക്കെ നടക്കുന്നത്. ഇപ്പം എന്തോ ഇവിടെ എപ്പോഴും ഇങ്ങനെ ടൂർണമെൻറ്റ് എന്നാണോ എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ മെമ്പേഴ്സും അല്ലാണ്ടൊക്കെ വന്നിട്ട് കളിക്കാറുണ്ട്. അപ്പോൾ അവരുടെ കളികളൊന്നും ഇല്ലാത്ത സമയത്താണ് ആക്ച്വലി നമുക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് അവർ തരുന്നത്. അപ്പോൾ ഇന്ന് മോർണിംഗ് ഷൂട്ട് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഈവനിങ്ങിലോട്ട് മാറ്റി. ആക്ച്വലി ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ പറ്റില്ല, എനിക്ക് സങ്കടമുണ്ട്. ചിന്നുമിത്ര, അതായത് ചിന്നു ചേച്ചി, ഈ വളക്കാപ്പിൻ്റെ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന ചിന്നു ചേച്ചിയാണ് ഇന്നും എന്നെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് കുറേ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ തക്ക സമയത്ത് പോയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി. പക്ഷേ 3 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് ഞാനിപ്പോൾ 5 മണിയായെന്ന് തോന്നുന്നു. 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എത്തിയത്. അപ്പോൾ നമ്മളുടെ ചെറുക്കന്മാരെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ ജാനു ഒരു ഹായ് പറ. ജാനു ഇങ്ങോട്ട് അമ്മയുടെ ക്യാമറയിൽ ഒരു ഹായ് പറയാൻ ഒരു മൈൻഡും ഇല്ല. അവൾക്ക് ഈ വലിയ ഗ്രൗണ്ട് കണ്ടപ്പോഴത്തേക്കും ഇവിടെ എല്ലാം ഓടി മറിഞ്ഞ് നടക്കുക. ഇവിടെ ആക്ച്വലി മറ്റേ ഇത് നടക്കുന്നുണ്ട്, ഗോൾഫ് എന്നല്ലേ ആ കളിയുടെ പേര്. ആ ഗെയിം നടന്നുകൊണ്ടിരിക്കുക. അപ്പം അവരൊരു അടി തന്നാൽ നമ്മുടെ മണ്ടയ്ക്കൊക്കെ വന്ന് കൊള്ളും. അതുകൊണ്ട് ഞങ്ങളുടെ ടൈം ഇവിടെ കഴിഞ്ഞു. 1 അവറിലേക്കാണ് നമ്മളിത് എടുത്തേക്കുന്നത്. സോ നമ്മൾ കറക്റ്റ് 1 അവറിനുള്ളിൽ തന്നെ എല്ലാം ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇത് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. എനിക്ക് ഔട്ട്പുട്ട് കാണാൻ ഐ എം വെയിറ്റിംഗ്. ജാനി നോക്കിക്കേ, അവളിങ്ങനെ കളിച്ചങ്ങ് നടക്കുക. ഇനിയിപ്പോൾ നമ്മളുടെ കൂടെ ഇറങ്ങി വരുമോ എന്തോ. വാ ജാനി, പോവാം, ബാ. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഓടുന്ന മോളാണ് ഞങ്ങൾക്കുള്ളത്. എടി വാടി, വീട്ടിൽ പോടി.
വലിയ പ്ലാനിങ് ഒന്നും അല്ലായിരുന്നു. ഞാനിങ്ങനെ മെറ്റേണിറ്റി ഷൂട്ട് എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും ഇരുന്നതല്ല. അപ്പോഴാണ് അഖില് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അഖിലിനെ എനിക്ക് നേരത്തെ സീതാ കല്യാണം, അതായത് എൻ്റെ കല്യാണം നടന്ന, അല്ലെങ്കിൽ എൻ്റെ കല്യാണം എല്ലാം കവർ ചെയ്തത് സീതാ കല്യാണം വെഡിങ് ഇവൻറ്റാണ്, അല്ലെങ്കിൽ വീഡിയോഗ്രാഫി അവരായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അന്നുള്ള പരിചയമാണ് അഖിലിനെ. അതല്ലാണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കസിനാണ്. അങ്ങനെയൊക്കെ അഖിലിനെ നല്ലപോലെ അറിയാം. പക്ഷെ അവനിപ്പോൾ നാട്ടിലില്ല, പുറത്താണ്. എവിടെയായിരുന്നു? കുവൈറ്റിലോ? അവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. ഗൾഫിലാണെന്ന് അറിയാം. പക്ഷെ അവിടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം അവൻ സെറ്റ് ചെയ്ത് കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്നോട് ഞാൻ, ചേച്ചി ഇതുപോലെ ഞാൻ പുതിയൊരു പേജ് തുടങ്ങുന്നു, ന്യൂ ബോൺ ബേബീസിൻ്റെ ഫോട്ടോഷൂട്ട്, അല്ലെങ്കിൽ അങ്ങനെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് അങ്ങനെ. അപ്പോൾ ചേച്ചിക്ക് കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ച്. എന്ത് അപ്പൊ ഞാൻ പറഞ്ഞു വൈ നോട്ട്, ഞാൻ റെഡിയാടാ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെയാണ് തീം സെറ്റ് ചെയ്തത്, അവൻ തന്നെയാണ് കളറും എല്ലാം സെറ്റ് ചെയ്തത് അവൻ തന്നെയാണ്. ഞാൻ പോയി തുണി എടുത്തു എന്ന് മാത്രം. കഴിഞ്ഞ ദിവസം ഈ ഡ്രസ്സ് ഞങ്ങൾ എടുത്ത എവിടെയാ, പട്ടം ചീച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഫാഷൻ സ്റ്റോറുണ്ട്, അവിടെ പോയിട്ടാണ് എടുത്തത്. എല്ലാം ലാസ്റ്റ് മിനിറ്റ് ആട്ടോ പർച്ചേസിങ്. അതായിരുന്നു കോമഡി. ഇന്ന് ലേറ്റ് ആവാൻ കാരണമേ അതാണ്. എനിക്കിത് ഈ തലയെ കെട്ടി ഈ സാധനം വരെ ഞങ്ങൾ ഇന്ന് പോയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാ ജയേശ്വരന് എല്ലാ ദിവസം പ്രോഗ്രാമൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് പാടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇപ്പം പുറത്ത് പോകുന്നില്ല, അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ലാസ്റ്റ് മിനിറ്റ് ആണ് പോയതെങ്കിലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നു. അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. എന്താണ് അവിടെ പരിപാടി? നല്ല ഫോട്ടോസ് കിട്ടി എന്നൊക്കെ വിചാരിക്കണു. ഇനിയിപ്പം അതിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ മീറ്റിംഗ് ആണ്. ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒരു പ്രൂഫ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ജേഷുണ്ട്, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. പിന്നെ എൻ്റെ ടോട്ടൽ ലുക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ വഴക്ക് പറഞ്ഞു, ഇപ്പുറത്ത് ഇറങ്ങിക്കേ, ദേ പോവാ, ഇറങ്ങ്. ഞങ്ങളപ്പോൾ ഇവിടുന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് എൻ്റെ ടോട്ടൽ ലുക്കൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ ജയശേട്ട ആദ്യം ചോദിച്ചത് നീ എന്താ പെറ്റിക്കോട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് ഡിസൈൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പെറ്റിക്കോട്ടൊന്നുമല്ല, കൊള്ളാം. പിന്നെ വളരെ സിമ്പിളായിട്ട് മതി എന്ന് ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ആകെ ഈ ഹെയർ എക്സ്റ്റൻഷനും വെച്ചു, ഈ ഒരു റിബണും, അത് മാത്രമേ ഉള്ളൂ ഹെവി എന്ന് പറയാൻ. പിന്നെ അതേ കുഞ്ഞ് ബ്രേസ്ലെറ്റും കുഞ്ഞ് കമ്മലും, പിന്നെ ദേ ഇതായിരുന്നു എത്രയെങ്കിലും ഹെവി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു, ഇനി നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ എനിവേ ഒരുപാട് ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഉടനെ ഡ്യൂ ഡേറ്റ് ആണ്. അപ്പോൾ വി ആർ വെയിറ്റിംഗ് ഫോർ അവർ ലിറ്റിൽ ബേബി ടു അറൈവ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതൊരു കുഞ്ഞ് വെരി ഷോർട്ട് വ്ളോഗാണ്. സോ നമുക്ക് ഇനി കാണാം ബാക്കി വിശേഷങ്ങളിലൂടെ. ടാറ്റാ, ബൈ പറ. ബൈ.